സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വിശദീകരണം കൂടി തന്നാൽ നന്നായിരിക്കും. 2 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ മധുരിച്ച പാനീയങ്ങളും ഉപ്പും ചക്കരയും അധികമുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുന്നു. പീനട്ട് പോലെയുള്ള നട്ട്സുകൾ ചെറുപ്പക്കാർക്ക് അലർജി ഉണ്ടാക്കാം. സംസ്കൃത ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം പറഞ്ഞു തരാമോ? സ്ഥിരതയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം എന്നാണോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഹയർ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന്. ഹായ് ഓൾ, ഞാൻ പാരൻറ്റിങ് വിത്ത് ChatGPT എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കാർഡ്സ് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ പാരൻറ്റിങ് വിത്ത് ChatGPT എന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ChatGPT എങ്ങനെ പാരൻറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആ വീഡിയോയിൽ ChatGPTയെ കുറിച്ച് അറിയാത്തവർക്ക് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ChatGPTയുടെ ആപ്പ് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നാലേ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ലൈവ് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ പാരൻസ് ആയിരിക്കും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. സോ അതിൻ്റെ ഒരു 2 എക്സാമ്പിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ChatGPTയോട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുപോലെ തന്നെ ChatGPTയുടെ റിപ്ലൈ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും ഡിഫറെൻറ്റ് ലാംഗ്വേജിലായിട്ട് നമുക്ക് നോക്കാം. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തവർക്കും ChatGPT ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ChatGPTക്ക് മലയാളവും അറിയാം. മലയാളത്തിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും, എന്നാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ChatGPT റിപ്ലൈ തരുന്നത്. സോ അതൊക്കെ നമുക്ക് ലൈവായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ്, കുറച്ചല്ല ഒരു 2 എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മെയിൻലി എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും ഫുഡിനോട് ഉള്ള ഒരു പ്രശ്നം കാണാറുണ്ട്. ലൈക്ക് അവർക്ക് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഏത് രൂപത്തിൽ കിട്ടിയാലും അവർ കഴിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പല പാരൻസും ഈ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അവർക്ക് പറ്റില്ല, അതുപോലെ തന്നെ ചോറ്, അങ്ങനെ നമ്മൾ വീട്ടിലെന്താണോ നമ്മൾ കഴിക്കുന്നത് ആ ഫുഡ് അവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐഡിയാസ് നമുക്ക് ചോദിച്ചാലോ ChatGPT അടുത്ത്. ഞാനത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതുപോലെ തന്നെ ChatGPTയുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ പൊതുവേ എല്ലാവരും ഫോണിൽ നമ്മുടെ ChatGPTയുടെ ആപ്പിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ആപ്പിൽ തന്നെ ചെയ്ത് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ബേബി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഏത് വയസ്സിലുള്ളതാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. അതാകുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ ആമിയുടെ കേസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ ആമിക്ക് 2 വയസ്സായി. സോ 2 ഇയർ ബേബി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ മൊബൈൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം മൊബൈലിൽ ആപ്പിൽ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഒന്നുകൂടെ എളുപ്പം. സോ എൻ്റെ ഫോണിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചോദിക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ChatGPTയുടെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത്, എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. മൈ 2 ഇയർ ഡോട്ടർ ഈസ് എ പിക്കി ഈറ്റർ. ക്യാൻ യു സജസ്റ്റ് സം ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഐഡിയാസ്. സോ റിസൾട്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ ആമിയുടെ കേസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബേബി ഏത് ഇയർ ആണോ അത് കൊടുക്കുക. അപ്പോൾ 2 ഇയർ ആകുമ്പോൾ 2 ഇയർ ബേബീസിന് വേണ്ട ആവശ്യമുള്ള ഐറ്റംസ് വെച്ചിട്ടായിരിക്കും അവർ റിസൾട്ട് വരുന്നുണ്ടാവുക കേട്ടോ. സോ ഇവിടെ മിനി പാൻ കേക്ക്സ്, എഗ് മഫിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവർ കോമൺലി വരുന്ന ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ പാൻ കേക്ക്സും ഇതൊക്കെ ഉണ്ടാക്കുന്നവർ ചുരുക്കമായിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസിൽ മിനി പാൻ കേക്ക് പറയുന്നുണ്ട്. ആഡ് മാഷ്ഡ് ബനാനാസ് ഓർ പ്യുറീഡ് സ്വീറ്റ് പൊട്ടാറ്റോസ് ടു പാൻ കേക്ക് ബാറ്റർ ഫോർ എക്സ്ട്രാ ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാൻ കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ അറിയണം. അപ്പോൾ അതൊന്നും അറിയുന്നുണ്ടാവില്ല. അറിയാത്തവർക്ക്
നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽഡായി ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT തന്നെ പറഞ്ഞു തരും കേട്ടോ. ഡിന്നറിന് മിനി പിസ്സ, സ്നാക്ക് ഐഡിയാസ്, ഫ്രൂട്ട്. സോ നമുക്ക് എങ്ങനെ ചോദിക്കാം. ഇപ്പോൾ പാൻ കേക്കാണെന്ന് വിചാരിച്ചോളൂ. ഫസ്റ്റ് മിനി പാൻ കേക്കാണ് വന്നിട്ടുള്ളത്. ഹൗ ക്യാൻ ഐ മേക്ക് പാൻ കേക്ക് ബാറ്റർ? ഓക്കെ, സോ പാൻ കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അങ്ങനെ എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ പാൻ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന റെസിപ്പി കൂടെ പറഞ്ഞുതരും. സോ അതിൽ ബനാന ഒക്കെ മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഐ എം ഫ്രം കേരള, സോ സജസ്റ്റ് food items based on it. Since you are from Kerala, here are some traditional and kid-friendly food ideas. Kanda breakfast ideas: idiyappam with coconut milk, പുട്ട് വിത്ത് ബനാന, ഗീ റൈസ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് ആണ് ഇപ്പോൾ ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇതൊക്കെ നമുക്ക് കൊടുക്കാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതാണ്. രാഗി ദോശ, മസാല ദോശ. രാഗി ദോശയൊക്കെ ന്യൂട്രീഷ്യസ് ദോശയാണ്. സോ ഇതൊക്കെ നമ്മൾ കോമൺലി നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇതൊന്നും പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ChatGPTയോട് നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുക്കുന്നോ, എത്രത്തോളം നമുക്ക് വേണ്ട റിസൾട്ട് വരുന്ന വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഐക്കൺ കണ്ടോ? ഇതിൽ ക്യാമറ ഓപ്ഷൻ ഉണ്ട്. ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ ഗാലറിയിൽ നിന്ന്. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ആ ഐറ്റംസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് പറയുക, എൻ്റെ കയ്യിൽ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്, ഇത് വെച്ചിട്ട് എന്ത് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം, എന്തൊക്കെ ഡിഷസ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എനിക്കിവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഐറ്റംസിൻ്റെ പേര് എഴുതി കൊടുക്കാം. ഇപ്പോൾ രാഗി, ബനാന ആൻഡ് ജാഗറി with me. Can you suggest some snack with these items? Okay. എന്താ വരുന്നത് നോക്കാം. Absolutely. Here are some snack ideas using ragi. കണ്ടോ? രാഗി ബനാന പനിയാരം. സോ നമുക്ക് പനിയാരം ഉണ്ടാക്കാം. ഹാഷ്ഡ് ബനാന മെൽറ്റഡ്, രാഗി ബനാന പാൻ കേക്ക്. കണ്ടോ? രാഗി ബനാന ലഡു. സോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലപ്പം ഡിഫറെൻറ്റ് രൂപത്തിലൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഐഡിയാസ് നമുക്ക് കിട്ടും. ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നന്നായിട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഇമേജ് എടുത്തിട്ട്, കാരണം ChatGPTക്ക് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്, ഇത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് പറഞ്ഞുതരാം, ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സോ അല്ലെങ്കിൽ മീൽസോ എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ChatGPTക്ക് മലയാളം അറിയാം. സോ നമുക്ക് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിസൾട്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ, സോ മലയാളത്തിൽ ചോദിക്കാം. എനിക്ക് കുറച്ച് ഹെൽത്തി ഭക്ഷണങ്ങൾ
ഹെൽത്തി വിഭവങ്ങൾ പറഞ്ഞു തരാമോ? എനിക്കല്ല, എൻ്റെ മോൾക്ക് എന്നല്ലേ. അപ്പോൾ എൻ്റെ 2 വയസ്സുള്ള മകൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, എൻ്റെ 2 വയസ്സുള്ള മകൾക്ക് കുറച്ച് ഹെൽത്തി വിഭവങ്ങൾ പറഞ്ഞു തരാമോ? നോക്കാം. ഓക്കെ, 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം. പിന്നെ ഇതിൽ ഈ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു ചാറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് പെയ്ഡിലാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പെയ്ഡ് അല്ലാത്ത കാരണം, ഞാനും ഇപ്പോൾ പെയ്ഡ് അല്ല യൂസ് ചെയ്യുന്നത്. സോ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്ര കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഡേ പെർ ഡേ ഇത്ര ലിമിറ്റ് എന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. സോ അഡ്വാൻസ്ഡ് വേർഷൻ വേണ്ടവർക്ക് പെയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ChatGPT അടുത്ത് എങ്ങനെ സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ChatGPT അസിസ്റ്റൻറ്റിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സോ അതെല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. പല അമ്മമാർക്കും, ചെറിയ മക്കളുള്ള പല അമ്മമാർക്കുള്ള ഡൗട്ടാണ് മക്കൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാം, അതായത് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം, ഏതൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. ഇപ്പം ഞാനും ഇതുപോലെ ആമിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത്, അതായത് അവൾക്കിപ്പോൾ 2 വയസ്സായി, ഇതിന് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് തുടങ്ങിയ ആ ഒരു സമയത്ത് ഓരോ ഫുഡ് കിട്ടുമ്പോഴും ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ 2 വയസ്സിന് മുന്നേ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ലൈക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പാടില്ല, 2 വയസ്സ് നമുക്കെടുക്കാം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ഒരു കാരണം കൂടെ ചോദിക്കാം. ഹായ്, എന്നോട് മലയാളത്തിൽ സംസാരിക്കാമോ? Sure. What's on your mind? മലയാളത്തിൽ സംസാരിക്കാമോ? മതി, ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങളുടെ ചോദ്യം എന്താണ്? ഓക്കെ, എൻ്റെ ചോദ്യം 2 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? അതും എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വിശദീകരണം കൂടി തന്നാൽ നന്നായിരിക്കും. 2 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ മധുരിച്ച പാനീയങ്ങളും ഉപ്പും ചക്കരയും അധികമുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുന്നു. മധുരിച്ച പാനീയങ്ങളിൽ ഉൾക്കൊള്ളുന്ന പഞ്ചസാര ശരീരത്തിന് അനാരോഗ്യകരമാണ്. കൂടാതെ ഉപ്പും ചക്കരയും കൂടുതലായാൽ കുട്ടികളിൽ അമിതഭാരം, ദന്തപ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാം. ഭക്ഷണത്തിൽ പോഷക സമ്പന്നതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ മധുരവും ഉപ്പും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അവശ്യം. കുട്ടികൾക്ക് മധുരവും ഉപ്പും കുറവാക്കുന്നത് നല്ലതാണ്. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിനും വികസനത്തിനും സഹായകരമാകും. ഓക്കെ, താങ്ക് യു. അതുപോലെ ചില നട്ട്സ്, ഇപ്പോൾ പീനട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും വേറെ ഐറ്റംസ് ഉണ്ടോ? പീനട്ട് പോലെയുള്ള നട്ട്സുകൾ ചെറുപ്പക്കാർക്ക് അലർജി ഉണ്ടാക്കാം. അതുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നട്ട്സുകൾ കൊടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. കൂടാതെ മധുരിച്ച ഭക്ഷണങ്ങളും അമിതമായി സംസ്കൃത ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഇത് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. സംസ്കൃത ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? സംസ്കൃത ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പായസം, കേക്ക്, ബിസ്ക്കറ്റ്, ചിപ്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇവയിൽ കൂടുതലും പഞ്ചസാര, ഉപ്പ്, അപ്പകാർബണേറ്റ് മുതലായവ കൂടുതലായി ഉപയോഗിക്കുന്നതിനാൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഡെയിലി കുട്ടികൾക്ക് നൽകാം? അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് നൽകാൻ നല്ല ഭക്ഷണങ്ങളിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാൽ, മുട്ട, മീൻ, മാംസം തുടങ്ങിയവ ഉൾപ്പെടുന്നു. പഴങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ള വിറ്റമിനുകളും മിനറലുകളും നൽകും. പച്ചക്കറികൾ നാരുകളും വിറ്റമിനുകളും നൽകുന്നു. ധാന്യങ്ങൾ എനർജി സ്രോതസ് ആണ്. പാൽ, മുട്ട, മീൻ, മാംസം എന്നിവ പ്രോട്ടീനും കൽസ്യവും നൽകും. ഇത് കുട്ടികളുടെ ശരീര വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായിക്കും. ഓക്കെ,
ഇനി കുട്ടികളിലെ ഇപ്പോൾ ഭാരമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഐറ്റം പറഞ്ഞു തരാമോ? കുട്ടികളുടെ ഭാരം കൂട്ടാൻ പാൽ, മുട്ട, പനീർ, അവക്കാഡോ, ചക്ക മുതലായ പോഷക സമ്പന്നമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. ഇവ പോഷകാഹാരവും കലോറിയും നൽകും. കൂടാതെ കുട്ടികൾക്ക് ദിവസവും ചില ചെറു ചെറു ഭക്ഷണങ്ങൾ നൽകുന്നത് അവർക്ക് വേണ്ട കാലോറിയും പോഷകങ്ങളും ഉറപ്പാക്കാം. കുട്ടികൾക്ക് സ്ഥിരതയുള്ള ഭക്ഷണശീലം രൂപപ്പെടുത്തുന്നത് അവരുടെ ഭാരം കൂട്ടാനും ആരോഗ്യവും നിലനിർത്താനും സഹായിക്കും. സ്ഥിരതയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം എന്നാണോ? അതെ, സ്ഥിരതയുള്ള ഭക്ഷണശീലം വളരെ പ്രധാനമാണ്. കുട്ടികൾക്ക് ശരിയായ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ആരോഗ്യവും വളർച്ചയും സഹായിക്കും. രാവിലെയോ ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നിവ സമയങ്ങളിൽ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുക. ഇത് കുട്ടികളിൽ നല്ല ഭക്ഷണശീലം രൂപപ്പെടുത്താനും സഹായിക്കും. അതെ, താങ്ക് യു. എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. അപ്പോൾ കേട്ടല്ലോ, നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമുക്ക് ഇതുപോലെ ChatGPTയുടെ അടുത്ത് റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണവും നമുക്ക് ChatGPT തരും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതും ചോദിക്കാം. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ChatGPTയിൽ ഇതുപോലെ മലയാളത്തിൽ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കേട്ടല്ലോ ChatGPT എന്ത് രസമായിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ChatGPT അടുത്ത് നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നമുക്ക് മറുപടി പറഞ്ഞുതരും. ഇപ്പം ഞാൻ ചോദിച്ച ഒരു രീതി കണ്ടല്ലോ, ഇത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയൊന്നുമല്ല, എന്നാലും ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസറും ഒക്കെ കിട്ടും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ChatGPT ഒരിക്കലും ഒരു ഡോക്ടറോ ഒന്നുമല്ല. അതുപോലെ തന്നെ ChatGPT പറയുന്ന കാര്യങ്ങൾ 100% നമുക്ക് അങ്ങോട്ട് 100% കറക്റ്റാണെന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ഏറെക്കുറെ കറക്റ്റാണ്. ChatGPTക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ട് തന്നെയാണ് ChatGPT നമുക്ക് റെസ്പോൺസ് തരുന്നത്. സോ ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വരികയാണെങ്കിൽ, നമുക്ക് മക്കളെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ തന്നെ കാണിക്കുക. ഒരിക്കലും നമുക്ക് ChatGPTയോട് ചോദിച്ചിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവരുത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു നോളേജ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ പാരൻറ്റിങ് ഒന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരിക്കലും ChatGPT ഒരു ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആ രീതിയിൽ കണ്ടിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ഹെൽപ്പ് ChatGPT അടുത്ത് നിന്ന് വാങ്ങിക്കരുത്. ഇത് നമുക്ക് കോമൺലി നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഫുഡിൻ്റെ ഒരു നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ അടുത്തൊക്കെ സെർച്ച് ചെയ്യാമല്ലോ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ChatGPTയോട് ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. സോ ഇതാണ് എനിക്കിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നില്ലേ ChatGPT അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ? സോ ഇത് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു യൂസേജ് കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട് നമ്മളിപ്പോൾ ChatGPT എടുത്ത് ചോദിച്ചു, ക്ലിയർ ചെയ്തു. സോ അതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. നെക്സ്റ്റ് നമുക്ക് പാരൻസിന് കോമൺലി വരുന്ന കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ ഹോംവർക്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അത് എല്ലാ പ്രായത്തിലുള്ള സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാലുള്ള എല്ലാ കുട്ടികളുടെ പാരൻസിനുള്ള ആ ഒരു ബുദ്ധിമുട്ടാണത്. കാരണം പറയാറുണ്ട് പലരും, നമ്മൾ പഠിച്ചിരുന്ന പോലെയല്ല ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും നമുക്കറിയില്ല. നമ്മൾ പഠിച്ച സിലബസ് അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ 1ാം ക്ലാസ് പഠിച്ച, അല്ലെങ്കിൽ ഞാൻ 5ാം ക്ലാസ് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ 1ാം ക്ലാസ് പഠിക്കുന്നത്. അങ്ങനെ കുറേ പാരൻസ് കംപ്ലയിൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഈ ഒരു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു എക്സാമ്പിൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അതൊന്ന് കണ്ടുനോക്കാം. ഓക്കെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ NCERTൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഗൂഗിളിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു PDF ഫയൽ നേരെ ഞാൻ ChatGPTക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഫുൾ ടെക്സ്റ്റ്
ആക്സസ് കിട്ടും. അതല്ല ജസ്റ്റ് നമ്മൾ ഇന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ കയ്യിൽ ആ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ മക്കളുടെ ബുക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് എടുക്കുന്നത് കേട്ടോ. സോ ഇതിൽ ഇതാ കണ്ടിന്യൂ കൊടുക്കുക. അപ്ലോഡായി തോന്നുന്നു. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നാണ് അതിലെ ഫസ്റ്റ് പാഠം വരുന്നത്. അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ആ ഒരു കഥേൻ്റെ തീം എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? ഏതാ? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഇത് മലയാളത്തിൽ ചോദിക്കാം കേട്ടോ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന കഥയുടെ തീം എന്താണ്? ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. വന്നു. The main theme of the story, Life with Grandfather, revolves around the bond between child and his grandfather. ഒരു കുട്ടിയും അതിൻ്റെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ബോണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത് മലയാളത്തിൽ, ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് പാരൻസിന് ഇംഗ്ലീഷ് അറിയുന്നില്ലാത്ത കാരണമാണല്ലോ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് മലയാളത്തിൽ ഒന്ന് ചോദിച്ചു നോക്കാം. Can you translate this into മലയാളം? പിതാവുമായുള്ള ജീവിതം. ഓക്കെ, ടൈറ്റിലും അവർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിതാമഹനും കുട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു തീം എടുക്കാം. അതായത് കഥ എന്തിനെ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫുൾ സ്റ്റോറി നിങ്ങൾക്ക് മലയാളത്തിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഈ ഫുൾ കഥ എനിക്കൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും. അതല്ല ഇതിൽ ഓരോ പർട്ടിക്കുലർ വേർഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഓരോ വേർഡ് എടുത്തിട്ട് ഇതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് പറഞ്ഞുതരും. സോ നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അതുപോലെ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഈ ഒരു പാഠത്തു നിന്ന് കുറച്ച് ചോദ്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും? കാരണം നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കൊടുക്കണം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പാഠത്തു നിന്ന് ഉണ്ടാക്കാം. അതാവുമ്പോൾ നമുക്ക് ആ ഒരു പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും പറ്റും. Can you create ഒരു 10 ക്വസ്റ്റ്യൻ, 10 റിവിഷൻ ക്വസ്റ്റ്യൻസ് based on this chapter? സോ ഈ ഒരു രീതി കുട്ടികൾക്കും പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ChatGPTൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് ഹോംവർക്ക്, അതായത് ഇതിപ്പോൾ നെഗറ്റീവ് രീതിയിൽ ആരും എടുക്കരുത്. നമ്മളിപ്പോൾ ഇത് പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ChatGPT പാരൻസിന് എങ്ങനെ യൂസ്ഫുൾ ആവും എന്നുള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പം കുട്ടികൾക്ക് ഹോംവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്നെ ഹോംവർക്ക് ചെയ്യണം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പാരൻസ് ഇത് ചെയ്തിട്ട് അവരെ ഒരു നല്ല രീതിയിൽ അവരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് കുട്ടികൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ വരും എന്തായാലും ആൻസർ വരുമല്ലോ. അപ്പോൾ ആൻസർ കറക്റ്റ് അതുപോലെ പറഞ്ഞു കൊടുക്കുന്നു, കോപ്പി ചെയ്യുന്നു. ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് അവർക്ക്
ഒരിക്കലും യൂസ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ പാരൻസ് ഇത് നോക്കി മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ലൈക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനി വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ +2 ഡിഗ്രി ലെവലിലായിരിക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ആ ഒരു ഏജ് എത്തി അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് അവരിത് നല്ല രീതിയിൽ, അത് മീൻസ് അവർക്ക് തന്നെ ഒറ്റയ്ക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത് ഓരോ പാഠങ്ങളും പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അല്ലാണ്ട് ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ പാരൻസ് തന്നെ പഠിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അവരെ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു 10 റിവിഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഈ ഒരു പാഠത്തിൻ്റെ. അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട്സ് ദ സെൻറ്റർ തീം ഓഫ് ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ? അതിൻ്റെ സെൻറ്റർ തീം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു പാഠം വായിക്കുമ്പോൾ അതിന് മനസ്സിലാവും, അല്ലെങ്കിൽ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണെന്നുള്ളത്. ഇനി ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചോദിക്കാം കേട്ടോ. ക്യാൻ യു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ എ സിമ്പിൾ വേ, അല്ലെങ്കിൽ in simple sentences. The theme is the loving bond between a child and his കണ്ടോ, സിമ്പിളായിട്ട് ഒരു 1 സെൻറ്റൻസിലൊക്കെ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. സോ കണ്ടോ, ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്, ആൻസർ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ പാഠങ്ങൾ പഠിക്കാം, മീൻസ് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും അവർക്ക് കറക്റ്റ് ഹോംവർക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു ടൂളായിട്ട് കാണരുത്. നമ്മൾ പാരൻസ് ആദ്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഡയറക്റ്റ് ഇതിൽ വരുന്ന റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇത് കോപ്പി ചെയ്തോളൂ, ഇത് എഴുതി കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇതൊരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു യൂസ് ആവില്ല. സോ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി നമുക്ക് വേറൊരു സബ്ജക്റ്റ് നോക്കാം. പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു മാത്സിലായിരിക്കും കുറേ പേർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ മാത്സിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാത്സിൻ്റെ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിനാണ് എടുത്തിട്ടുള്ളത്. മാത്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഫയൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ PDF ഫയൽ കയ്യിലില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താലും മതി കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ മാത്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് ഫോമുലയും കാര്യങ്ങളൊക്കെ വരും, നല്ല ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനൊക്കെ. അപ്പോൾ ChatGPT വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇപ്പോൾ കുറേ സ്റ്റെപ്പൊക്കെ ഉള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അത് സിമ്പിളാക്കി തരാനോ, അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് എന്തെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് എടുത്ത് ചോദിക്കാനൊക്കെ പറ്റും. അപ്പം നമ്മൾ ആ ഒരു മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 4ാമത്തെ ചാപ്റ്റർ വോളിയം ആണ് 4ാമത്തെ പാഠം വരുന്നത്. ആ പാഠത്തിനാണ് നമ്മളിപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വരും. ക്യാൻ യു ലിസ്റ്റ് ദ കീ കൺസെപ്റ്റ്സ് ആൻഡ് ഫോമുലാസ്? മാത്സ് ആണല്ലോ, മാത്സിലധികം ഫോമുലാസ് അല്ലേ വരുന്നത്. ഫ്രം ദ 4th ചാപ്റ്റർ ഏതാ, വോള്യൂം. അപ്പോൾ റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മാത്സിൽ മെയിനായിട്ട് ഫോമുലാസ് ആണല്ലോ വരിക. അപ്പോൾ ഒരു പാഠം നമ്മൾ പഠിക്കുമ്പോൾ ആ പാഠവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വോളിയം ആകുമ്പോൾ അതുപോലെ വോളിയം ഓഫ് സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനെ നമുക്ക് അതിൻ്റെ കുറേ ഫോമുലാസ് ഉണ്ടാകും. ഇപ്പോൾ മാത്സ് പൊതുവേ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുക. ആ ഒരു ചാപ്റ്ററിൻ്റെ ഫോമുലാസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം മാത്സിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോഴാണ് നമ്മൾ പാരൻസ് കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇപ്പോൾ കുറച്ച് ഹയർ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ മൊബൈലൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഏജ് വരുന്ന സമയത്ത് അവർക്ക് തന്നെ ChatGPT യൂസ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ 10th അല്ലെങ്കിൽ +1 +2 ഒക്കെ വരുന്ന സമയത്ത് ഫൈനൽ എക്സാമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത്
ഇപ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി ചോദിക്കുക, അല്ലെങ്കിൽ അതിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ്, മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഹയർ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ വരുന്ന സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ 6th സ്റ്റാൻഡേർഡ് മാത്സിലെ ടെക്സ്റ്റ് ബുക്കാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വന്ന റിസൾട്ട് നോക്കാം. കണ്ടോ, വോളിയൂം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ഇത് കണ്ടോ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഇപ്പോൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ഇക്വേഷൻസ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ പാരൻസിന് തന്നെ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ജസ്റ്റ് സെപ്പറേറ്റ് ഓരോ ചാപ്റ്ററിലെയും ഫോർമുലാസൊക്കെ മാറ്റി എഴുതി അങ്ങനെ ചെയ്ത് ഈസി ആയിട്ട് അവരെ പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ്, അതായത് ഇപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കുറച്ച് സൊല്യൂഷനും നോക്കാം. Can you solve 2 problems from this chapter? ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാം കേട്ടോ. ഇംഗ്ലീഷിൽ ചോദിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ മലയാളത്തിൽ എങ്ങനെ ChatGPT എടുത്ത് സംസാരിക്കുക എന്നുള്ളത്. ടൈപ്പ് ചെയ്ത് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് ChatGPT അസിസ്റ്റൻ്റ് അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഹാസ് ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. അപ്പോൾ ഇതിൻ്റെ വോളിയം എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് മാത്സ് പ്രോബ്ലംസൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം കണ്ടോ. ഇനി ഇപ്പോൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ആവുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചില പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈസി ആയിട്ട് നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്നത് മാത്രമല്ല അതെങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടു എന്നുള്ളതിൻ്റെ ഈസി സ്റ്റെപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ അതും പറഞ്ഞുതരും. പിന്നെ ChatGPTയോട് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടി, അപ്പോൾ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരും. ഓക്കെ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറയാം ChatGPTയുടെ അടുത്ത്, ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ ആ ഒരു ലെവലിലുള്ള ആൻസർ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അങ്ങനെ തരും. അതല്ല ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്, പക്ഷേ ആ ഒരു ലെവലിൽ ആൻസർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയൊരു ക്ലാസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം കേട്ടോ പെട്ടെന്ന്. ഇപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ് കേട്ടോ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ChatGPT അടുത്തൊന്ന് ചോദിക്കാം. What is photosynthesis? Okay. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ളത് വലിയ ഒരു പാരഗ്രാഫായിട്ട് വന്നിട്ടുണ്ട്. It's a process by which green plants, algae and some bacteria convert light energy into chemical energy. കണ്ടോ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്, കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് എന്താ, നമ്മളിപ്പോൾ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ എടുക്കാം. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ പറയാം. ഓക്കെ, ഇമാജിൻ ഐ എം സ്റ്റഡിയിങ് ഇൻ 6th standard and
എക്സ്പ്ലെയിൻ. കണ്ടോ? ഷുവർ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫോട്ടോസിന്തസിസ് ഇൻ എ സിമ്പിൾ വേ ഫോർ എ 6ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് പറ്റുന്ന അറിയാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇപ്പം നേരത്തെ നമുക്ക് വന്നിട്ടുണ്ടായ റിസൾട്ട് കണ്ടോ? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സും ആൽഗയും ബാക്ടീരിയയും ഒക്കെ ലൈറ്റ് എനർജീൻ്റെ കെമിക്കൽ എനർജിയാക്കി സ്റ്റോർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന റിസൾട്ട്. ഇപ്പോൾ 6ാം ക്ലാസ് ലെവലിൽ നമ്മൾ ചോദിച്ചപ്പോൾ വന്ന റിസൾട്ട് എന്താണെന്ന് നോക്കൂ. പ്ലാന്റ്സ് എങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് അവർ സൺലൈറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഒരു പ്രോസസ്സിനാണെന്നുള്ളത്. ഓക്കെ, അതിൻ്റെയും സ്റ്റെപ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ ആൻസറിനേക്കാളും സിമ്പിളായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്കൊരു 2ാം ക്ലാസ് ലെവലിലെ കുട്ടീനോട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ജസ്റ്റ് ഇമാജിൻ I am a 2nd standard student and explain. All right. കണ്ടോ? ഇപ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആൻസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൽ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. കാരണം ഒരു 2ാം ക്ലാസ്സുകാരൻ കുട്ടിക്ക് ഇക്വേഷൻ കാര്യമൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫോട്ടോസിന്തസിസ് ലൈക്ക് കുക്കിംഗ് ഫുഡ്. നേരത്തെ ഫസ്റ്റ് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡായി പറഞ്ഞു. സെക്കൻഡിൽ പറഞ്ഞത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണെന്ന് പറഞ്ഞത്. ഇവിടെ കുക്കിംഗ് ഫുഡ് ബട്ട് പ്ലാന്റ്സ് ഡു ഇറ്റ് ഇൻ ദെയർ ഓൺ സ്പെഷ്യൽ വേ. നമ്മളെങ്ങനെയാണോ ഫുഡ് കുക്ക് ചെയ്യുന്നത് ആ രീതിയിൽ പ്ലാന്റ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഇതിന് സൺലൈറ്റും വാട്ടറും എയറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദേ ഡോണ്ട് നീഡ് എ കിച്ചൺ ഓർ സ്റ്റൗ ലൈക്ക് അസ്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ കിച്ചണിൽ സ്റ്റൗവും ഇതൊന്നും യൂസ് ചെയ്തിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രസമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഇമാജിൻ, അതായത് ഒരു സ്റ്റോറി ബേസ് ചെയ്ത് പോലെയൊക്കെയാണ് രസമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായി ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT വളരെ രസമായിട്ട് പറഞ്ഞുതരും. സോ ഇത് ടീച്ചേഴ്സിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ചെറിയ മക്കൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരുടെ ലെവലിലേക്ക് വന്നിട്ട് നമ്മൾ പറഞ്ഞ ലോ ലെവലിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇതിൽ ChatGPT പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് നമുക്ക് കുട്ടികളെ ഇത് വെച്ചിട്ട് പഠിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് ആണ് നോക്കിയിട്ടുള്ളത്. വേറെ ഒരു ടോപ്പിക് കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ബിഗ് ബാങ് തിയറി നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ബിഗ് ബാങ് തിയറി? അപ്പോൾ ബിഗ് ബാങ് തിയറി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ബിഗ് ബാങ് തിയറി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ട് ചോദിച്ച കാരണം ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞത് സയൻറ്റിഫിക് ഐഡിയ അബൌട്ട് ഹൗ ദി യൂണിവേഴ്സ് ബിഗാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചല്ലോ. അപ്പോൾ അത് സിമ്പിളായിട്ടാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് വലിയ ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ലൈക്ക് ഒരു explain Big Bang theory to a postgraduate student എന്ന് കൊടുക്കാം. അതില്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഞാനൊരു അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. പക്ഷേ കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട എല്ലാ കീവേഡ്സും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോംപ്റ്റ്, നമ്മളിപ്പോൾ ചോദിക്കുന്നതിന് പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റിൽ ആ കീവേഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കണ്ടോ?
കണ്ടോ? അപ്പോൾ നേരത്തെ നമ്മൾ മുന്നേ ചോദിച്ചിരുന്ന കിഡ്സിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വന്ന റിസൾട്ട് കിഡ്സിൻ്റെ ലെവലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ കണ്ടോ ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, കീ ആസ്പെക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ChatGPTയുടെ അടുത്ത് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ChatGPT നമുക്ക് റിസൾട്ട് തരുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ലെവലിലെത്തും. അപ്പോൾ നമ്മളത് പഠിക്കുക. ഇനി പ്രോംപ്റ്റിങ് ഒരുപാട് പഠിക്കാനുണ്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കാം എന്നുള്ളതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ വേണം ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഹോംവർക്കിൽ ഇനി ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് ChatGPT ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും ChatGPT യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ChatGPT യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ChatGPT എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. സോ ഈ കുറച്ച് എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ChatGPT യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ChatGPT യൂസ് ചെയ്യാൻ തുടങ്ങുക. അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ChatGPT നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു. സോ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ChatGPT ഓൾറെഡി യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ കറക്റ്റായിട്ടാണോ ഈ പ്രോംപ്റ്റിങ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പ്രോംപ്റ്റ് മാറ്റിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ പുതിയ പാരൻസ് ChatGPT യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ChatGPT എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അതുപോലെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ChatGPT യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് DM ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുക്കാം. സോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയുന്നതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ പാരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള AI ടൂൾസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.